നമസ്കാരം. മനസ്സിന് സന്തോഷം നൽകുന്ന ശുഭപ്രതീക്ഷകൾ ഉണർത്തുന്ന കൊച്ചു കൊച്ചു വിശേഷങ്ങളുമായി ഒരിത്തിരി നേരം. ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. ഞായറാഴ്ച പൊതുവെ അവധിയുടെ ആലസ്യമാണ് എല്ലാവർക്കും. മടിപിടിച്ച് വെറുതെ വീട്ടിലിരിക്കാനാവും ഏറെ പേരും ഇഷ്ടപ്പെടുക. എന്നാൽ ഞായറാഴ്ച ഊർജ്ജസ്വലമായി, അതും നാടിനു വേണ്ടി പണിയെടുക്കുന്ന ഒരു കൂട്ടായ്മയുടെ കഥയാണ് ഇന്ന് നല്ല വാർത്തയിൽ ആദ്യം. എല്ലാ ഞായറാഴ്ചയിലും രാവിലെ ഭൂരിഭാഗം പേരും ഉറക്കത്തിലായിരിക്കുമ്പോൾ സ്കൂൾ വിദ്യാർത്ഥികളും വീട്ടമ്മമാരും സർക്കാർ ജീവനക്കാരും വിരമിച്ചവരും തൊഴിലാളികളും ഉൾപ്പെടെ 60-ലധികം സന്നദ്ധ പ്രവർത്തകർ കണ്ണൂരിലെ പിണറായി പഞ്ചായത്തിലെ പാനുണ്ട ഗ്രാമത്തിൽ ചൂലും മൺവെട്ടിയും മറ്റു ഉപകരണങ്ങളുമൊക്കെയായി ഒത്തുകൂടുന്നു. ക്ലീൻ ഗ്രീൻ പാനുണ്ട എന്നതാണ് ഈ ഞായറാഴ്ച കൂട്ടായ്മയുടെ പേര്. 7 വർഷം മുൻപ് റോഡിലെ കുഴികൾ നികത്താനും റോഡരികിലെ കാടുമൂടിയ ഭാഗങ്ങൾ വെട്ടിത്തെളിക്കാനും ഒരാൾ നടത്തിയ ഒരു ഒറ്റയാൾ ശ്രമമാണ് ഇന്ന് ഏകദേശം 250ഓളം സന്നദ്ധ പ്രവർത്തകരുള്ള ഒരു കൂട്ടായ്മയായി വളർന്നു വികസിച്ചത്. മാലിന്യ സംസ്കരണവും ജൈവകൃഷിയും പ്രോത്സാഹിപ്പിക്കുകയും പാരിസ്ഥിതിക അവബോധം സൃഷ്ടിക്കുകയും ചെയ്യുന്ന പ്രവർത്തനമാണ് ഇവർ കാഴ്ചവെക്കുന്നത്. വിദഗ്ധരുടെ സഹായത്തോടെ സൈബർ കുറ്റകൃത്യങ്ങൾ, ലഹരി ഉപയോഗം, ആരോഗ്യ പ്രശ്നങ്ങൾ, പരിസ്ഥിതി സംരക്ഷണം എന്നിവയെക്കുറിച്ച് പ്രതിമാസ ബോധവൽക്കരണ പരിപാടികളും ഈ ക്ലീൻ ഗ്രീൻ പാനുണ്ട സംഘം ചെയ്തു വരുന്നു. തിരിച്ചടികളെ തോൽപ്പിച്ച് വിജയചരിത്രമെഴുതിയ നിരവധി പേരുടെ പ്രചോദനാത്മക കഥകൾ മുൻപും നല്ല വാർത്താ ശ്രോതാക്കളുമായി പങ്കുവച്ചിട്ടുണ്ട്. കോമൺവെൽത്ത് പാരാഗെയിംസ് ഷോട്ട്പുട്ടിൽ സ്വർണമണിഞ്ഞ ഷർമിളയുടെ ജീവിതം അത്തരത്തിലൊന്നാണ്. പോളിയോ ബാധിതയാണ് ഷർമിള. 2 വയസ്സുള്ളപ്പോൾ പോളിയോ ബാധിച്ചതോടെ ജീവിതം അതിൽ ഒതുങ്ങിപ്പോകും എന്നെല്ലാവരും കരുതിയ ഘട്ടത്തിൽ ഷർമിളയെ കൈപിടിച്ച് മുന്നോട്ട് നയിച്ചത് ഷർമിളയുടെ അമ്മയായിരുന്നു. പക്ഷേ അതിലെ വൈരുദ്ധ്യം എന്തെന്നാൽ ഷർമിളയുടെ അമ്മ അന്ധയായിരുന്നു. കാഴ്ചയില്ലെങ്കിലും ഉൾക്കണ്ണിന്റെ കാഴ്ച കൊണ്ട് ഷർമിളയുടെ അമ്മ കുഞ്ഞിനെ മുന്നോട്ട് നയിച്ചു. ആദ്യ വിവാഹ ജീവിതവും ഷർമിളയ്ക്ക് ദുരിതങ്ങളാണ് സമ്മാനിച്ചത്. പരിമിതമായ ജീവിത സാഹചര്യങ്ങളിൽ നട്ടം തിരിഞ്ഞ ഷർമിള അമ്മയുടെ പിന്തുണയോടെ കായിക രംഗത്തേക്ക് കടക്കുമ്പോൾ പ്രായം 34. പലരും അപ്പോൾ നെറ്റിച്ചൊളിച്ചു. എന്നാൽ രണ്ടാം ഭർത്താവ് അജിത് സിംഗ് ശക്തമായ പിന്തുണയുമായി രംഗത്തെത്തിയതോടെ ഷർമിളയ്ക്കതൊരു പുതിയ ജീവിതത്തിന്റെ തുടക്കമായിരുന്നു. ശരീരം പരിമിതപ്പെടുത്തിയ പോളിയോയെ മനസ്സിന്റെ ഇച്ഛാശക്തി കൊണ്ട് പിന്നിലാക്കി ഷർമിള മുന്നേറുമ്പോൾ പക്ഷേ യാത്ര അത്ര എളുപ്പമായിരുന്നില്ല. പരിശീലനത്തിനുള്ള പണം കണ്ടെത്താൻ കുടുംബ ഭൂമി വരെ വിൽക്കേണ്ടി വരുന്നു. മകളുടെ മത്സരങ്ങൾ കണ്ണുകൊണ്ട് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും അവൾ നേടിയ ഓരോ വിജയവും പക്ഷേ ഷർമിളയുടെ അമ്മ മനസ്സുകൊണ്ട്, ഹൃദയം കൊണ്ടാണ് കണ്ടത്. ഒടുവിൽ ഗ്ലാസ്ഗോയിൽ കോമൺവെൽത്ത് ഗെയിംസിൽ ഷർമിളയുടെ കയ്യിൽ നിന്ന് ഷോട്ട് 9.81 മീറ്റർ പാഞ്ഞപ്പോൾ ആ നിമിഷത്തിൽ വർഷങ്ങളുടെ വേദനയ്ക്കാണ് മറുപടി ലഭിച്ചത്. കോമൺവെൽത്ത് ഗെയിംസ് ചരിത്രത്തിൽ പാരാ അത്ലറ്റിക്സിലെ ആദ്യ സ്വർണം നേടി ഷർമിള ഇന്ത്യയ്ക്കായി ചരിത്രം കുറിച്ചു. സ്വർണ്ണ മെഡൽ കഴുത്തിലണിഞ്ഞപ്പോൾ ഷർമിള ആദ്യം ഓർത്തത് അമ്മയെയായിരുന്നു. വലിയ സ്വപ്നങ്ങൾ കാണാൻ മകളെ നിർബന്ധിച്ച കാഴ്ചയില്ലാത്ത അമ്മയെക്കുറിച്ച്. ഷർമിളയ്ക്കും കോമൺവെൽത്ത് ഗെയിംസിൽ രാജ്യത്തിനായി മെഡലുകൾ നേടിയ എല്ലാ താരങ്ങൾക്കും അഭിനന്ദനങ്ങൾ. പുതിയ ഭാഷ പഠിക്കുക എന്നത് എല്ലാവർക്കും അത്ര എളുപ്പമാവണമെന്നില്ല. അതും സംസ്കൃതം പോലൊരു പൗരാണിക ഭാഷയാകുമ്പോൾ സ്വല്പമൊന്ന് ബുദ്ധിമുട്ടും. എന്നാൽ ഇതാ എല്ലാവർക്കും എളുപ്പത്തിൽ മനസ്സിലാകുന്ന വിധത്തിൽ സംസ്കൃത ഭാഷയെ യുവതലമുറയുടെ ഇഷ്ടകായിക വിനോദമായ ഫുട്ബോളുമായി കോർത്തിണക്കിയിരിക്കുന്നു എറണാകുളം ജില്ലയിലെ സൗത്ത് ചിറ്റൂർ സെന്റ് മേരീസ് സ്കൂളിലെ അധ്യാപകനായ അഭിലാഷ് പ്രതാപ്. സാധാരണ അക്ഷരമാല രീതിയിൽ ഓരോ അക്ഷരത്തിനും ഒരു വാക്ക്, ഉദാഹരണത്തിന് ആയ്ക്ക് അമ്മ എന്ന് പറയുന്ന പോലെ ഫുട്ബോളുമായി ബന്ധപ്പെടുത്തിയ വാക്കുകളിലൂടെയാണ് സംസ്കൃതത്തിലെ അക്ഷരമാലയെ അഭിലാഷ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അഭിലാഷിന്റെ ഈ വേറിട്ട ഭാഷാധ്യാപന രീതി ഇത്തവണത്തെ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രകീർത്തിച്ചു. ശ്രീ അഭിലാഷ്, നല്ല വാർത്തയോട്. വേൾഡ് കപ്പ് ഫുട്ബോളിന്റെ ആവേശം കുട്ടികൾക്ക് എല്ലാവർക്കും പുതിയൊരു ഊർജം നൽകുകയും അവരെ വളരെ ആവേശത്തോടെ കളിക്കുകയും കളി കാണുകയൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ ഒരു ആശയമാണ് ഈ ഒരു ഫുട്ബോളിൻ്റെ ആവേശത്തെ എങ്ങനെ നമുക്ക് ക്ലാസ് മുറിയിലേക്ക് എത്തിക്കാം, അതിനെ സംസ്കൃത ഭാഷയുമായി കണക്ട് ചെയ്യാം എന്നൊരു ചിന്തയിലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രൊജക്റ്റിന് രൂപം കൊടുത്തത്. അക്ഷര കന്തുകം എന്നതാണ് ആ പ്രൊജക്റ്റിൻ്റെ പേര്. അത് അക്ഷരം എന്നാൽ അക്ഷരങ്ങളെ പ്രതിനിധീകരിക്കുകയും കന്തുകം എന്നത് ബോളിനെ പ്രതിനിധീകരിക്കുകയും ചെയ്യുന്ന 2 വാക്കുകൾ എടുത്തിട്ടാണ് അക്ഷരകന്തുകം എന്ന പേര് നൽകിയത്.
നമ്മൾ സാധാരണയായി ഇംഗ്ലീഷിലെ ആൽഫബറ്റ് പഠിക്കുന്നത് എ ഫോർ ആപ്പിൾ, ബി ഫോർ ബോൾ, സി ഫോർ ക്യാറ്റ്. ഇപ്പൊ മലയാളത്തിലാണെങ്കിൽ അ, അറ, ആ, ആന, ഇ, ഇല, ഈ, ഈച്ച എന്നൊക്കെയാണ്. ഇത് പരമ്പരാഗത രീതിയിൽ എല്ലാ കാലത്തും ഈ ഒരു പാറ്റേണിലാണ് നമ്മൾ അക്ഷരമാല പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അത് വ്യത്യസ്ത വിഷയങ്ങളെ പ്രതിനിധീകരിക്കുന്ന പദങ്ങൾ കൊണ്ട് ഒരു അക്ഷരമാല തയ്യാറാക്കിയിരിക്കുകയാണ്. ഇവിടെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം ഈ അക്ഷരമാലയെ ഒരൊറ്റൊരു വിഷയവുമായി ബന്ധിപ്പിക്കുക. അത് ഫുട്ബോൾ എന്നതാണ്. ആ ഫുട്ബോളുമായി ബന്ധപ്പെട്ട പദങ്ങൾ കൊണ്ട് ഒരു അക്ഷരമാല, സംസ്കൃത അക്ഷരമാല തയ്യാറാക്കി. പ്ലേയിങ് കാർഡ് രീതിയിലേക്ക് അതിനെ ഞാൻ മാറ്റി. അതിനൊരു ഡിസൈൻ തയ്യാറാക്കി. അപ്പോൾ ഒരക്ഷരം തയ്യാറെടുത്തു. ആ എന്നൊരക്ഷരമാണെങ്കിൽ അതിന് അന്താരാഷ്ട്രീയ എന്ന് കൊടുത്തു. അതിൻ്റെ മലയാള തർജിമയും കൊടുത്തു, മലയാള അർത്ഥവും കൊടുത്തു, ഇംഗ്ലീഷിലുള്ള മീനിങ്ങും കൊടുത്തു. അപ്പോൾ ആ അന്താരാഷ്ട്രീയ, ആ ആനന്ദഃ. ഫുട്ബോൾ ഒരു ഇന്റർനാഷണൽ ഗെയിമാണ്. അതുപോലെ തന്നെ ആനന്ദഃ സന്തോഷം ഉണ്ടാക്കി തരുന്നതാണ്. പിന്നെ ഈ ഇതസ്തതഃ അവിടെയും ഇവിടെയും ബോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ കുട്ടികൾ അത് ഈ കാർഡ് നോക്കി പഠിക്കുന്ന ഒരു രീതിയിലേക്കാണ് ഞാൻ ആ ഒരു അക്ഷരകന്തുക എന്ന പ്രൊജക്റ്റിനെ തയ്യാറാക്കിയത്. കുട്ടികളുടെ താല്പര്യത്തെ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെടുത്തിയാൽ അധ്യാപനം രസകരമാകും എന്ന കാഴ്ചപ്പാടാണ് ഇവിടെ ശ്രീ അഭിലാഷ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. കൂകൂ കൂകൂ തീവണ്ടി, കൂകിപ്പായും തീവണ്ടി. പണ്ടത്തെ പാട്ടിലെ ഈ തീവണ്ടികളെല്ലാം അക്ഷരാർത്ഥത്തിൽ കൽക്കരി തിന്ന് പുകയും കരിയും തുപ്പുമായിരുന്നെങ്കിൽ ഇന്ന് കാലം മാറി, കഥ മാറി. പുകയും കരിയും പുറന്തള്ളാത്ത ഹരിത ട്രെയിനുകളാണ് ഇന്നത്തെ താരങ്ങൾ. ഇന്ത്യയുടെ ആദ്യ ഹരിത ഹൈഡ്രജൻ ട്രെയിൻ, ഹൈഡ്രജനും ഓക്സിജനും പ്രതിപ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉണ്ടാക്കി മുന്നോട്ട് പായുന്ന ഹരിത ഹൈഡ്രജൻ ട്രെയിൻ യാഥാർത്ഥ്യമായിരിക്കുന്നു. കഴിഞ്ഞ മാസം 17-ാം തീയതി ഡൽഹിക്കടുത്തുള്ള ജിന്ദിനും സോനിപത്തിനും ഇടയിലാണ് ഇന്ത്യയിലെ ആദ്യ ഹരിത ഹൈഡ്രജൻ ട്രെയിൻ പരീക്ഷണ സർവീസ് ആരംഭിച്ചത്. 1200-ലധികം കിലോമീറ്റർ സുഗമമായി സഞ്ചരിച്ച ട്രെയിൻ 3200-ലധികം ലിറ്റർ ഡീസൽ ഉപയോഗമാണ് ലാഭിച്ചത്. കരി നിറഞ്ഞ പുകയ്ക്ക് പകരം നീരാവിയാണ് പുറന്തള്ളപ്പെടുന്നത്. പുകയോ കാർബൺ പുറന്തള്ളലോ ഇല്ലാത്തതിനാൽ നിലവിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും പരിസ്ഥിതി സൗഹൃദമായ റെയിൽ ഗതാഗത മാർഗമാണിത്. ഇന്ത്യയുടെ ഹൈഡ്രജൻ ഇന്ധന ട്രെയിൻ കേവലം ഒരു സാങ്കേതിക നേട്ടം മാത്രമല്ല, രാജ്യത്തെ തദ്ദേശീയമായി ഹൈഡ്രജൻ റെയിൽ ആവാസ വ്യവസ്ഥയ്ക്ക് തുടക്കം കുറിക്കുകയും കാർബൺ രഹിത റെയിൽ ഗതാഗതത്തോടുള്ള രാജ്യത്തിന്റെ പ്രതിജ്ഞാബദ്ധത തെളിയിക്കുകയും ചെയ്യുന്നു. മഴക്കാലം എത്തുമ്പോൾ വയനാടിന് സൗന്ദര്യത്തേക്കാൾ ആശങ്കകളാണ് ഇപ്പോൾ കൂടുതൽ. അതിശക്തമായ മഴയും കാലാവസ്ഥാ വ്യതിയാനവും വനനശീകരണവും ചേർന്ന് ജില്ലയെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്ന പ്രദേശമാക്കി മാറ്റിയിട്ടുണ്ട്. എന്നാൽ ഈ വെല്ലുവിളിക്കിടയിൽ ലോകത്തിന് തന്നെ മാതൃകയാവുന്ന ഒരു ജനകീയ ദുരന്ത മുന്നറിയിപ്പ് സംവിധാനത്തെക്കുറിച്ചാണ് ഇനി നല്ല വാർത്തയിൽ. 2018-ലെ പ്രളയത്തിന് ശേഷം കൽപ്പറ്റ ആസ്ഥാനമായുള്ള ഹ്യൂം സെന്റർ ഫോർ ഇക്കോളജി ആൻഡ് വൈൽഡ് ലൈഫ് ബയോളജി അതിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച മഴ നിരീക്ഷണ ശൃംഖല ഇന്ന് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലായി ഏകദേശം 200 മഴ മാപിനികളുടെ രൂപത്തിൽ പ്രവർത്തിക്കുന്നു. ഇവയുടെ ചുമതല കർഷകരും ആദിവാസി സമൂഹങ്ങളും ഉൾപ്പെടെയുള്ള പ്രാദേശിക സന്നദ്ധ പ്രവർത്തകരാണ് ഏറ്റെടുത്തിരിക്കുന്നത്. എല്ലാ ദിവസവും ഇവർ മഴയുടെ അളവ് രേഖപ്പെടുത്തി ഗവേഷകർക്ക് കൈമാറും. ഈ വിവരങ്ങൾ ഭൂപ്രകൃതി, മുൻകാല ഉരുൾപൊട്ടൽ മേഖലകൾ എന്നിവയുമായി ചേർത്ത് വിശകലനം ചെയ്യുന്നതിലൂടെ ഏത് പ്രദേശത്താണ് അപകട സാധ്യത കൂടുതലെന്ന് കൃത്യമായി കണ്ടെത്താൻ കഴിയും. ജില്ലാതല മുന്നറിയിപ്പുകൾക്കുപരിയായി പ്രാദേശിക തലത്തിൽ അപകട സാധ്യതകൾ മനസ്സിലാക്കാൻ ഈ സംവിധാനം ഏറെ സഹായകരമാകും. ദുരന്തങ്ങളെ നമുക്ക് പൂർണ്ണമായി തടയാൻ കഴിയില്ലെങ്കിലും ശാസ്ത്രീയ വിവരങ്ങളും പ്രാദേശിക ജനങ്ങളുടെ പങ്കാളിത്തവും കൈകോർക്കുമ്പോൾ കൃത്യമായ പ്രവചനങ്ങളിലൂടെ നിരവധി ജീവനുകൾ നമുക്ക് രക്ഷിക്കാനാകും എന്നതാണ് ഈ പദ്ധതിയുടെ സവിശേഷത. ഓരോ ദിവസവും ഒരു കർഷകൻ രേഖപ്പെടുത്തുന്ന മഴയുടെ അളവ് വെറുമൊരു കണക്കല്ല, ഒരുപക്ഷെ ഒരു ഗ്രാമത്തിന്റെ ജീവൻ രക്ഷിക്കുന്ന മുന്നറിയിപ്പായി മാറിയേക്കാം. നല്ല വാർത്ത ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം nallavaartha@gmail.com എന്ന ഇമെയിൽ ഐഡിയിലും യൂട്യൂബ് കമന്റായും ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലപ്പെട്ടതാണ്. നല്ല വാർത്ത അവതരിപ്പിച്ചത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം ലെമിജി നായർ. അവതരണം ലിൻസ സ്വരാജ്. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:40 വീണ്ടും എത്താം. ശുഭാശംസകൾ.